ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നോക്കൂ, ആദ്യം തന്നെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. വാർത്താ തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. പൂക്കോട്ടുമല 11ാം വാർഡിൽ നിന്ന് ഫിലമെൻ്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കുന്നു. പൂക്കോട്ടുമല 5ാം വാർഡിൽ നിന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം. ഓരോ വാർഡിലും സൗരോർജ്ജ പാർക്കുകൾ. പൂക്കോട്ടുമല 1ാം വാർഡിന് സമ്പൂർണ്ണ മാലിന്യമുക്തം. ജനകീയ സമിതിയുടെ പരിശ്രമ ഫലം കണ്ടു. പൂക്കോട്ടുമല ഇനി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമം. പൂക്കോട്ടുമല ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സുസ്ഥിര പുരോഗതി കൈവരിച്ച ഗ്രാമമാണ് പൂക്കോട്ടുമല എന്ന് പറയുന്നത്. ഭക്ഷ്യസ്വയം പര്യാപ്തത, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെൻ്റ് രഹിത ഗ്രാമം തുടങ്ങി അനവധി വികസിത പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായി നടപ്പാക്കിയിട്ടുള്ളത്. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായി ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ഇവിടെ പിന്നെ ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് നിവിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇവിടെ നോക്കൂ, ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുക? പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അല്ലേ. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കണേ, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ വർഷത്തിൽ എത്ര തവണയാണ് നമ്മുടെ ഈ ഗ്രാമസഭ കൂടിയിരിക്കേണ്ടത്? വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ സമ്മേളിച്ചിരിക്കണം കേട്ടോ. വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ എന്ത് ചെയ്തിരിക്കണം? സമ്മേളിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അധ്യക്ഷനാരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒന്നും നോക്കാനില്ല, താഴോട്ട് വരാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്. ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഒരു വട്ടം വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം എന്തായിരിക്കും? ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ആരാണ് ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞത്? ഗാന്ധിജിയാണ്. അതും വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗം ഏതാണ്? അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. എന്താണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം എന്തായിരിക്കും? താരതമ്യേന കുറവായിരിക്കും. ഇതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി വെച്ചേക്കണേ. എന്തൊക്കെയാണ്? പ്രാദേശിക വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകളായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണേ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇത് എഴുതി വെച്ചിട്ട് നോക്കണം കേട്ടോ. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച് ആയത് എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്.
1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. നമ്മുടെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അത് വീണ്ടും സംഘടിപ്പിച്ചതൊക്കെ ഏത് നിയമം മൂലമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൂലമാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനിയാണ് നമുക്ക് നോക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുന്നത്? ആർട്ടിക്കിൾ 40 കേട്ടോ. ആർട്ടിക്കിൾ 40. ഇതൊക്കെ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട് പല കമ്മിറ്റികൾ നിയോഗിക്കപ്പെടുകയുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നമുക്കത് രണ്ടും നോക്കാം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വർഷം നോക്കാം ആദ്യം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നാണ് 1957 രൂപപ്പെട്ടത്. ബൽവന്ത് റായ് കമ്മിറ്റി നിയോഗിക്കപ്പെട്ടതെന്നാണ് 1957 ആണ് കേട്ടോ. 1957. എന്തൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്തയാണെങ്കിൽ ദ്വിതല പഞ്ചായത്താണ്. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ പറയുന്ന ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് ശുപാർശ ചെയ്തത്. അശോക് മേത്ത കമ്മിറ്റിയുടെ നിയോഗിച്ച വർഷം 1978 കേട്ടോ. 57 ബൽവന്ത്, 57 ബില്ല് കേട്ടോ. അങ്ങനെ പഠിച്ചാൽ മതി. 57 ബില്ല്. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി നിയോഗിക്കപ്പെട്ടതെന്നാണ് 1978. ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തു, മറ്റൊന്നെന്താണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തു. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന് എന്നിങ്ങനെയായിരുന്നു അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും എന്നിങ്ങനെയാണ് അത് തിരിച്ചിരുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പായിരുന്നു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പും. പഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പുമാണ് ബൽവന്ത് റായ് കമ്മിറ്റി എന്ത് ചെയ്തത്? ശുപാർശ ചെയ്തത്. ഇതിൻ്റെ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം. ഇതൊക്കെ PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾ എന്തായിരിക്കും? ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും ഉണ്ടാവുക. ഏതിൽ വന്നാൽ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. ജില്ലാ പരിഷത്തിന് ജില്ലാ ആസൂത്രണ ചുമതലയും മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും കൊടുത്തു. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്തത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്ത ഏത് കമ്മിറ്റിയാണ്? 1978 അശോക് മേത്ത കമ്മിറ്റിയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ശുപാർശ ചെയ്തതും ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. 1957 ബില്ല്, 78 അശോക് മേത്ത കമ്മിറ്റി. ഓർത്തിരിക്കുക കേട്ടോ. ഈ പോയിന്റുകളൊക്കെ എഴുതിയെടുക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നൗഗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ആദ്യം വന്നത് രാജസ്ഥാനാണ്, പിന്നെ എവിടെയാണ് വന്നത്? ആന്ധ്രാപ്രദേശ്, പിന്നെ തമിഴ്നാട്, പിന്നെ പശ്ചിമ ബംഗാളിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കേട്ടോ. പഞ്ചായത്ത് രാജ് വന്ന ക്രമമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാണ് വർഷം കൂടെ ഓർത്തിരിക്കുക? 1959. ഞാൻ പറഞ്ഞല്ലോ 59 ബില്ല്. ആദ്യം വന്നത് ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജ്? രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു.
അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത നൽകാൻ തീരുമാനിച്ചു. അതാരാണ് മുന്നോട്ട് വെച്ചത്? അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. അശോക് മേത്ത കമ്മിറ്റി 1992 73-74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവുമാണ് നിലവിൽ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമം, 1992 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. നമുക്ക് നോക്കാം എന്താണ് 73-ാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷമാക്കി, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇത്രയുമാണ് നമ്മുടെ 73-ാം ഭരണഘടന പഞ്ചായത്തി രാജ് സംവിധാനവുമായിട്ട് വന്നിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാം. ഒന്നും കൂടെ പറയാം. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷമാക്കി, പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നു, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ കൊണ്ടുവന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ വരുത്തിയ ഭേദഗതികൾ ഇതൊക്കെയാണ്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷമാണ്, പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്നു, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിങ്ങനെ അറിയപ്പെടും. അങ്ങനെ 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി ആക്കുകയും ചെയ്തു. അതാണ് 73-74 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനം, നഗരപാലിക സംവിധാനം. ഇവിടെ അതിൻ്റെ ഘടന കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഘടന എങ്ങനെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെ 2 ഭാഗങ്ങൾ. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ നഗരപാലിക സംവിധാനത്തിൻ്റെ ഘടനയൊക്കെ മുന്നേ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്കിതിലധികം നോക്കാനില്ല കേട്ടോ. ചെറിയൊരു ചാപ്റ്ററാണ്. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജനകീയാസൂത്രണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി. അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. എത്ര വനിതാ സംവരണം കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു. എത്ര ശതമാനമാണ്? 33% സ്ത്രീ സംവരണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ ങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. വീണ്ടും 2005 പഞ്ചായത്ത് രാജ് ഭേദഗതി ചെയ്തു. അപ്പോൾ അതെന്തായി? ആ സ്ത്രീ പ്രാതിനിധ്യം 33% എന്നതുള്ളതിൽ മാറ്റി എന്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു? 50% എന്നതിലേക്ക് ഉയർത്തി. അപ്പം നിലവിലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 50%. മനസ്സിലാവുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വ്യൂഹത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ. ഇതൊക്കെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണ്. ഒന്നും കൂടെ പറയാം. മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ,
സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് നമ്മൾ പോകൂലേ. മാതൃശിശു വികസനം തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ചുമതലയാണ്. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ എന്നിവയ്ക്ക് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന ചുമതലകളും സേവനങ്ങളുമാണ്. ഇനി അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നേരിടുന്ന കുറച്ച് വെല്ലുവിളികൾ എന്തൊക്കെയാണത്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്തൊരവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത് ഒന്ന് വായിച്ചു പോവാം. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്തൊരവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഇത്രയുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഇത് വീണ്ടും ഒരു റിവിഷൻ പോലെ നമുക്ക് 73, 74 ബൽവന്തറായി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, ഇതൊക്കെ റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാമെന്ന് മാത്രം. ഇതൊക്കെ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ തന്നെയാവും അല്ലേ. പഠിക്കാത്തവരാരില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും PSC എവിടെ നിന്നൊക്കെയാണ് ഏതെല്ലാം ബോക്സിൽ നിന്നാണ് നമുക്കറിയില്ല അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്ലാസ്സായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഈ സോഷ്യൽ സയൻസും പിന്നെ നമ്മൾ നോക്കാൻ പോണ ചാപ്റ്ററാണ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതിൽ നമ്മൾ പഠിച്ച ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതില്ല. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാവേ. നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രധാന പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ. പിന്നെ ജലം ഒരു പോഷക ഘടകം അല്ലെങ്കിലും എന്ത് വേണം? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നിട്ടാണ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ഏതൊക്കെ രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അന്നജമാണ്. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഏതൊക്കെ രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത്? അന്നജ രൂപത്തിലും പഞ്ചസാര രൂപത്തിലും ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ധർമ്മം? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മമായിട്ട് പറയുന്നത്. ഇവിടെ അയഡിൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അന്നജം ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അന്നജത്തിൻ്റെ ഇത് സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അയഡിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. വേറെ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാവുക. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ എന്ത് നിറമുണ്ടാകുന്നു? ഇരുണ്ട നീല നിറമായിരിക്കും ഉണ്ടാവുക.
ഇവിടെ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അധിക വായനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ അധിക വായനയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെയാണ് മിക്കവാറും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ എന്തിലുണ്ട്? ചെറുധാന്യങ്ങളിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകൾ എന്തിലുണ്ട്? ചെറുധാന്യങ്ങളിൽ നന്നായിട്ട് പ്രോട്ടീൻ സാന്നിധ്യമുണ്ട്. പിന്നെ വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവയും എന്തിലുണ്ട്? ചെറുധാന്യങ്ങളിലുണ്ട്. ഇവിടെ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി എന്തെല്ലാം പോഷകഘടകങ്ങളാണ് വേണ്ടതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ് എന്ത് എന്ന് പറയുന്നത്? പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നിവ എന്ത് മൂലമുണ്ടാകുന്നു? പ്രോട്ടീൻ്റെ അപര്യാപ്തത രോഗമാണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന പോഷകഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രോട്ടീനാണ്. ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതും കുറഞ്ഞ അളവിൽ നമുക്ക് പ്രോട്ടീന് പ്രദാനം ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പ് നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന ഇതിൽ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? അത് കൊഴുപ്പിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്നെങ്ങനെ കണ്ടെത്താം? അതൊന്നും നമുക്ക് വേണ്ട. എന്താണ് കൊളസ്ട്രോൾ? കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഒരു മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് വേണം? കൊഴുപ്പ് ആവശ്യമായിട്ട് ഉണ്ട് അല്ലേ? കൂടുതലായി കഴിഞ്ഞാൽ രക്തധമനികളിൽ എന്ത് ചെയ്യും? രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ എന്ത് ചെയ്യും? അത് അടിഞ്ഞുകൂടിയിട്ട് പിന്നീട് എന്ത് ചെയ്യും? രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിട്ട് പിന്നീട് ഹൃദ്രോഗം, പിന്നെ സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യും? വരാൻ കാരണമാകും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അടുത്താണ് വിറ്റാമിനുകൾ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യ പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷകഘടകങ്ങളാണ് അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് എന്ന് പറയുന്നത്? വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇനി ഇവിടെ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ എക്സാമിന് ചോദിക്കുന്നതുമാണ്, നമ്മൾ പഠിച്ചു പോയതുമാണ്. വിറ്റാമിൻ എ എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ എ എന്തിനാണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന്. അടുത്തത് വിറ്റാമിൻ ബി എന്തിനൊക്കെയാണ് പ്രാധാന്യം? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ ഡി ആവശ്യമായിട്ടുള്ളത്. വിറ്റാമിൻ ബി എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ സി ആണെങ്കിലോ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഇതിൽ പല്ലിൻ്റെ മോണ അല്ലെങ്കിൽ പല്ല്, മോണ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ സിയുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പഠിക്കുക. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏതാണ് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ ഡി എന്തിനാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് വിറ്റാമിൻ ഡി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വിറ്റാമിൻ ഇ എന്തിനാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് എന്ത് വേണം? വിറ്റാമിൻ ഇ വേണം. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഇ വേണം. അടുത്തത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? വിറ്റാമിൻ കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ കെ ആണ്. ഇത് ഇത്രയും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം
കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലേ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. കുട്ടികളിലാണ് കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായോ മാറുന്നൊരവസ്ഥയെ എന്ത് പറയുന്നു? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നു. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് എന്തിനാണ്? നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, B1 തയാമിൻ, നിയാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ലേ, ഓരോന്നിൻ്റെ അപര്യാപ്തത രോഗങ്ങളൊക്കെ പഠിച്ചതല്ലേ. റൈബോഫ്ലാവിൻ ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ. തവിടുകളിൽ ധാരാളം കാണപ്പെടുന്നു, പിന്നെ പാലിലുണ്ടാവുന്നതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ 8 തരം വിറ്റാമിനുകളെയാണ് ഇവിടെ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്തിനൊക്കെയാണ് ഹെൽപ്പ് ആവുന്നത്? കോശത്തിൻ്റെ ആരോഗ്യത്തിന്, പിന്നെന്തിനാണ്? ചുവന്ന രക്താണുക്കളുടെ വളർച്ചയ്ക്ക്, കാഴ്ചശക്തിക്ക്, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്താണ്? ബി കോംപ്ലക്സും അത്യാവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ ഡി ഓർത്തിരിക്കുക. ഡിയുടെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. കണ എന്നും കാണാറുണ്ട്, റിക്കറ്റ്സ് എന്നും കാണാറുണ്ട് കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് ഡി എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നതായിരുന്നു, നമ്മുടെ ഈ വിറ്റാമിനുകൾ ഏതിലെല്ലാമാണ്, ഏത് ഭക്ഷ്യവസ്തുക്കളിലാണ് ഉള്ളത് എന്നല്ലേ. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വിറ്റാമിൻ ഏതിലൊക്കെ ഉണ്ട്? മത്സ്യത്തിലുണ്ട്, ക്യാരറ്റിലുണ്ട്. വിറ്റാമിൻ ബി മട്ടയരിയിലുണ്ട്, ചീരയിലുണ്ട്. സി ആണെങ്കിൽ നെല്ലിക്ക, നാരങ്ങ, നമുക്കറിയാം അല്ലേ. വിറ്റാമിൻ ഡി എന്തിലുണ്ട്? മത്സ്യത്തിലുമുണ്ട്, മുട്ടയിലുമുണ്ട്. വിറ്റാമിൻ ഇ ആണെങ്കിൽ നിലക്കടല, ബദാം. വിറ്റാമിൻ കെ ആണെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയിലാണ് വിറ്റാമിൻ കെയും ഉള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഇവിടെ അടുത്തത് ഭക്ഷണത്തിലെ ധാതുക്കളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അയൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെ ആഹാരത്തിലാണ് ചോദിച്ചിട്ടുണ്ട്? അയൺ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ആഹാരത്തിലാണ്? ഇലക്കറികളിൽ, ശർക്കരയിൽ, മത്സ്യം, കരളിൽ ഇവയെല്ലാം എന്തുണ്ട്? അയൺ എന്ന് പറയുന്ന ധാതു ഉണ്ട്. എന്താണ് പ്രാധാന്യം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? അയൺ ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ധാതു ഏതാണ്? അത് അയൺ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണ്? കാൽസ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്ന പ്രധാന ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കാൽസ്യമാണ്. അത് ഏതൊക്കെ ആഹാരത്തിൽ കാണപ്പെടുന്നു? മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ എന്ത് കാണപ്പെടുന്നു? കാൽസ്യം കാണപ്പെടുന്നു. അടുത്തതാണ് അയഡിൻ. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ധാതുവാണ് അയഡിൻ എന്ന് പറയുന്നത് അല്ലേ. അത് കാണപ്പെടുന്ന ആഹാരം കടൽ വിഭവങ്ങളിലാണ് കേട്ടോ. കടൽ വിഭവങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അയഡിൻ കാണപ്പെടുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനാണ് അയഡിൻ എന്ന് പറയുന്ന ധാതു ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണേ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറമാണ് നൽകുന്നത്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ എന്താണ്? അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ ഏതാണ്? അനീമിയ. ഇനി ഇവിടെ അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. SCRT-യിലായതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിറ്റാമിൻ ബി ആണെങ്കിലോ ഗ്ലോസിസിറ്റീസ്. ഇതും പുതിയതാണ്, ഇത് എഴുതി വെച്ചിട്ട് പഠിച്ചോണേ. ഇനി അഥവാ എങ്ങനെയും ചോദിച്ചാലോ. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഗ്ലോസിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാകുന്നു കേട്ടോ. അത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്നൊരവസ്ഥയുമാണ്. പിന്നെ വായ്പുണ്ണും. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം വായ്പുണ്ണുണ്ടാകുന്നു. പിന്നെ എന്താണ്? ഗ്ലോസിറ്റീസ് ആണ് കേട്ടോ. ഗ്ലോസിറ്റീസ് നാവിന് വീക്കവും നാവിലെ തൊലി ഇളകുന്നൊരവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. അതെന്തിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. എഴുതി വെച്ചേക്കണേ, പുതിയതാണ്. ഇനി അടുത്താണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതെന്താണ്? സ്കർവിയിലെ മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതാണ് സ്കർവി എന്ന് പറയുന്നത്.
മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ എന്താണ് സ്കർവിൻ്റെ പേര് തന്നെ കേട്ടോ സ്കർവി എന്ന് പറയുന്നത്. അതെന്തിൻ്റെയാണ്, ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണെങ്കിൽ നമ്മൾ പഠിച്ചു ഏതാണ്? കണ അല്ലെങ്കിൽ എന്താണ് റിക്കറ്റ്സ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ബിയിൽ ഗ്ലോസിറ്റീസ് നമ്മൾ പുതിയതാണ്, അത് എഴുതി വെക്കണേ. ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അപ്രാപ്യത രോഗമാണ് ഗ്ലോസിറ്റീസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. എയുടെ കുറവ് മൂലമല്ലേ ഉണ്ടാകുന്നത്. നിശാന്തതയിലുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് കാഴ്ച കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എയുടെ കുറവ് മൂലമാണ്. ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ ധാതുക്കളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും പഠിക്കണം. അയണിൻ്റെ കുറവ് മൂലം നമുക്കറിയാം അനീമിയ, വിളർച്ച. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് എന്തിലേക്ക് നയിക്കുന്നു? അനീമിയയിലേക്ക് നയിക്കുന്നു. അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് കാൽസ്യം, ഓസ്റ്റിയോപൈറോസിസ്. നമ്മുടെ അസ്ഥികൾക്ക് ക്ഷയം സംഭവിക്കുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ. കാൽസ്യം എന്ന് പറയുന്ന ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ധാതുക്കൾ മൂലമുള്ള അപരാപ്യത രോഗങ്ങളും വിറ്റാമിനുകൾ മൂലമുള്ള അപരാപ്യത രോഗങ്ങളും നമ്മൾ നോക്കിയിട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓസ്റ്റിയോപോറോസിസ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ല് കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇത് കാരണമാകുന്നു. ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് എന്ത് വേണം? അയഡിൻ ആവശ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് ഏത് ധാതുവാണ് ആവശ്യമായിട്ടുള്ളത്? അയഡിനാണ് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ മുന്നേ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നാര് ഒരു പോഷകേതര ഘടകമാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് ആരാണ്? നാരുകൾ, ഫൈബേഴ്സാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഡെയിലി ഫൈബേഴ്സ് കഴിക്കുന്നത്, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലമില്ല, ഒരു പോഷകഘടകമല്ല, പക്ഷേ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നമുക്കറിയാമല്ലോ. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെയാണ് വെള്ളം കുടിക്കേണ്ടത്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെയാണ് തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ. ഇവയും നമ്മൾ ഡെയിലി ലൈഫിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എന്താണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം? നമ്മുടെ ഒരു നിശ്ചിത അളവിൽ എല്ലാ സംഭവങ്ങളും, എന്തൊക്കെ വേണം? പ്രോട്ടീന് വേണം. എല്ലാ പോഷകഘടകങ്ങളും ഒരു നിശ്ചിത അളവിൽ നമ്മൾ ഒരു ദിവസം കഴിക്കണം. ഏതൊക്കെയാണ്? പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ദിവസത്തെ ഫുഡ്. ഇതാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനെയൊക്കെ കഴിക്കുന്നവർ വളരെ ചുരുക്കമാവും അല്ലേ ഇപ്പോഴത്തെ കാലത്തൊക്കെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാല്, തൈര് 300 ml ഒരു ദിവസം, അണ്ടിപ്പരിപ്പ് വിത്തുകൾ 30 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, അതായത് നമ്മുടെ ഗീയും ബട്ടറും അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ 260 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം, പഴങ്ങൾ 100 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം 75 ഗ്രാം. ഇതിന്ന് ഓരോന്നും ഇങ്ങനെ ഒരു ദിവസം നമ്മൾ അറ്റ് എ ടൈം എല്ലാം കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സമീകൃത ആഹാരമാണ് കഴിക്കുന്നത്. ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് സമീകൃത ആഹാരമാണ്. ഞാനൊന്നും ഇങ്ങനെ കഴിക്കലില്ല കേട്ടോ. എനിക്കൊന്നും ഇങ്ങനെ സമീകൃത ആഹാരം കഴിക്കാനേ പറ്റാറില്ല.
കഴിച്ചാൽ കഴിച്ചു, അത്രയേ ഉള്ളൂ. ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരു കലോറി എന്ന് പറഞ്ഞുള്ളൊരു ബോക്സും കൂടി ഉണ്ട്, നമുക്കതും കൂടെ നോക്കാം. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. ശ്വസനം, രക്തചക്രമണം തുടങ്ങി ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം 1900 മുതൽ 2400 കലോറി വരെയാണ് ഊർജ്ജം ആവശ്യമായിട്ടുള്ളത്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം 1600 മുതൽ 2000 കലോറി വരെയാണ് ഊർജ്ജം വേണ്ടത്. മുതിർന്ന ഒരു കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള പുരുഷനാണെങ്കിൽ എന്ത് വേണം? 1900 മുതൽ 2400 കലോറി വരെ വേണം. ശാരീരിക അധ്വാനമുള്ള സ്ത്രീയാണെങ്കിൽ 1600 മുതൽ 2000 കലോറി വരെ വേണം. പിന്നെ ഒരു മുതിർന്ന കുട്ടിയാണെങ്കിൽ ശരാശരി 1200 മുതൽ 1400 വരെ കലോറിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഇരിക്കട്ടെ, വെറുതെ കേട്ടിരുന്നാൽ മതി. അറിയാത്തത് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. റിവിഷന് വേണ്ടിയിട്ട് പഠിക്കുക. ഗ്ലോസിറ്റീസ് മറക്കരുത്, വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ 2 ചാപ്റ്ററിലും അറിയാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാവേ. പിന്നെ ഞാൻ പറഞ്ഞു 2025 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കണ്ടിട്ട് അതിന്ന് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഏരിയാസൊക്കെ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവുമല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഏരിയാസ് ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രിലിംസ് കടന്നാൽ മാത്രമാണ് നമുക്ക് LD മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഓർമ്മയുണ്ടാവണേ. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്